സംസാരിച്ച് തിരിച്ചുപോയി. നമ്മുടെ പാത്രികീസ് ബാവ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന 10 ദിവസം എന്ന് പറഞ്ഞ കേരളത്തിന് പെരുന്നാളായിരുന്നു. കേരളത്തിന് മുഴുവൻ പെരുന്നാളായിരുന്നു. അതുകൊണ്ടാണല്ലോ കോടതി ചെന്നപ്പോൾ ജഡ്ജി പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാത്രികീസ് ഇവിടെ വരരുതെന്ന് പറഞ്ഞ കേസിന് വന്നത്? അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹം ഈ ജനത്തിന്റെ മനസ്സ് കീഴടക്കി. എന്നിട്ട് ആ ജഡ്ജി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു, എന്റെ മനസ്സ് കീഴടക്കി, പിന്നെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹം വരരുതെന്ന് പറയുന്നത്? ഇതുപോലൊരു നല്ല ആള് വന്നിച്ച് പോകട്ടെ. അനേകം സാമൂഹ്യ നേതാക്കന്മാര് പറഞ്ഞു, ഗുരുക്കന്മാരും പിതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ, മതഗുരുക്കന്മാര് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്, മാതാ അമൃതാനന്ദമായി പോകുന്നുണ്ട്, ഇതുപോലെ പല വിധത്തിലുള്ളതായ ഗുരുക്കന്മാര് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതിനൊന്നും ആരും അവിടെ ഒന്നും നോ പറയാറില്ല, വന്നിച്ച് പോട്ടെ. അന്ത്യോക്യ പാത്രികീസോടെ വന്നിച്ച് പോയപ്പോ മിക്കവാറും ഓർത്തഡോക്സുകാരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പാത്രികീസോടെ ആൾക്കാരായി. അതോടെ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പാടില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ 2 പേരെ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയത്. 2 പേരെ കൊണ്ടുവന്ന് മൊത്തം മോശമായി. ഇതുപോലെ വെക്കുന്നതെല്ലാം പിഴവാണ്. ഈ പിഴവിൽ നിന്ന് അവർക്കൊരു മോചനത്തിനുള്ള മാർഗമെന്ന് പറയുന്നത് ഈ ഓമല്ലു ബാവയുടെ കബറിക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന് അവരുടെ സഭാ സെക്രട്ടറിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ സമുദായ സെക്രട്ടറിക്ക് ആ സത്യം മനസ്സിലായി. അതാണ് അദ്ദേഹം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അന്ത്യോക്യ പാത്രികീസ് ബാവ സഭയുടെ തലവനാണെന്ന് അംഗീകരിച്ച്, അന്ത്യോക്യയുടെ പാത്രികീസ് ബാവ സഭയുടെ തലവനാണെന്ന് അംഗീകരിച്ച്, കത്തോലിക്ക കീഴ്സ്ഥാനിയാണെന്ന് ഏറ്റുപറഞ്ഞ്, മാർത്തോമായുടെ സിംഹാസനം ആലങ്കാരികമാണെന്ന് സമ്മതിച്ച് വരാമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരും. ഞങ്ങൾക്ക് പിന്നെ മനസ്സമാധാനമായിട്ട് നടക്കാം. കാരണം ഇപ്പൊ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പുറകെ നടക്കണ്ടേ? ആ ഒരു ആശ്വാസമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആളുകൾക്ക് അന്ത്യോക്യയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുവാൻ പോലും തയ്യാറുള്ള ജനതയാണിത്. അന്ത്യോക്യ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വികാരം അത് ജീവന്റെ വികാരമാണ്. ജീവൻ കളയുവാൻ പോലും അന്ത്യോക്യയ്ക്ക് വേണ്ടി എന്ത് സഹിക്കുവാനും തയ്യാറുള്ള ഒരു ജനത്തോട് ഒതയ്ക്കുവാനായിട്ട്, വിശ്വാസത്തെ ബലികഴിച്ചുകൊണ്ട് ഒതയ്ക്കുവാൻ അതിനാരും ശ്രമിക്കരുത് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെ ചെന്നാലും ഏത് മധ്യസ്ഥതയ്ക്ക് വന്നാലും തയ്യാറല്ല. എവിടെ ചെന്നാലും ഗുണ്ടായസം കാണിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആലുവ തൃക്കൊന്ത് സെമിനാരിയിൽ ഇപ്പൊ ഒരു സെമിനാരി ഉണ്ടെന്നാ പറയുന്നത്. ആ സെമിനാരി താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സെമിനാരി വിദ്യാർത്ഥിയെ കണ്ടു. സെമിനാരി വിദ്യാർത്ഥിയെ കണ്ട് സംസാരിച്ചു. ആ സെമിനാരി വിദ്യാർത്ഥി പറഞ്ഞു, പ്രത്യേക പണിയൊന്നുമില്ല, നല്ല ശാപ്പാടടിക്കുക, പാത്രീസുകാരെല്ലാം മണ്ടും നോക്കുക, വരുന്നുണ്ട് കൂവുക, ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയുക. ഇതാണ് അവരെ ഏൽപ്പിച്ചേക്കണ പണി. ഈ നമ്മുടെ അച്ഛൻ മിടുക്കനായതുകൊണ്ട് അച്ഛൻ മെത്രാങ്കക്ഷിയായിട്ട് അഭിനയിച്ചേ. അപ്പോ മെത്രാങ്കക്ഷിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഇതാണ്. എന്നിട്ട് അത് സെമിനാരിയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സർക്കാർ ഇത് നോക്കുവാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധന്മാർ ജീവിച്ചതായ ഭൂമി, വിശുദ്ധന്മാർ അന്തിയുറങ്ങിയതായ അരമന കെട്ടിടം ഇന്ന് മ്ലേച്ഛമാക്കുന്ന വിധത്തിൽ അവിടെ ആളുകൾ പ്രവർത്തിക്കുവാനായിട്ട്, ഗുണ്ടകളെ പ്രവർത്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ഞങ്ങൾക്ക് ദുഃഖകരമാണ്. ആ വിധത്തിൽ മുൻപോട്ട് ഈ കാര്യങ്ങൾ പോകുന്നത് ഈ സഭയ്ക്ക് ഒരിക്കലും സഹിക്കുവാൻ സാധിക്കുകയില്ല. നല്ല മനുഷ്യർ പാർത്തിരുന്ന 4-7 നേരവും പ്രാർത്ഥന മുഴങ്ങിയിരുന്നതായ അരമ കെട്ടിടത്തിൽ അവിടെ ഇത് തുടരുവാനായിട്ട് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ആലുവായിലെ വലിയ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ദിവസം ചർച്ചയുടെ മധ്യ അവരൊരിക്കൽ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ബാവായുടെ കബറെങ്കിൽ, തിരുമേനിയുടെ കബറെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ടിവിയിലൊക്കെ കണ്ടല്ലോ അവർ പ്രാർത്ഥിച്ചത് എവിടെയാണെന്ന്. 25-ാം തീയതി അവരുടെ സെമിനാരി കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്ന് വലിയ തിരുമേനിയുടെ കബറെങ്കിൽ ഒരു ധൂവം അവർ വെച്ചില്ല. അവര് തേപ്പല സെന്റ് മെത്രാച്ചന്റെ ആ മുറ്റത്തുള്ളതായ കബറിൽ പോയി ധൂവം വെച്ചിട്ട് അവർ തിരിച്ചുപോയി. അവരെങ്ങനെ അകത്ത് കയറുന്നത്? കാരണം വലിയ തിരുമേനി കബറിനകത്ത് കയറുന്ന ഒഴുക്കി അവർക്കിട്ട്. വലിയ തിരുമേനി അവർ കയറ്റില്ല മുറിക്കകത്ത്. അതറിയാവുന്നത് കൊണ്ട് അവർ ആ മുറിക്കകത്തേക്ക് കയറാതെ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു തിരികെ പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി, മറ്റാരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു. ഈ കോനാട്ടച്ചൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, പീച്ചം കുറച്ച സാധനം, അതിനോട് ഞാനൊരു കാര്യം പറഞ്ഞു. എന്റെ കോനാട്ടച്ച അല്ലെങ്കിൽ എന്റെ ഇടയനാലച്ച ഒരു കാര്യമുള്ളത്, ഈ ലോകത്ത് ഒരുപാട് സിമിത്തേരികളുണ്ട്. ഇപ്പൊ ഈ പള്ളിയുടെ കിഴക്ക് വശം സിമിത്തേരിയുണ്ട്. ഇവിടെ ഇന്ന് 1000-കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ആ സിമിത്തേരി കാണുമ്പോൾ നിങ്ങൾ കുരിശ് വരയ്ക്കും, പക്ഷെ നിങ്ങളുടെ ആരുടെയും കണ്ണ് നിറയും. പക്ഷെ ഈ മിനിത്തോസ് തിരുമേന്റെ കണ്ണ് നിറയും. കാരണം തിരുമേന്റെ കാർന്നവന്മാരവിടെ കിടക്കണത്. തിരുമേനിക്ക് ഈ സിമിട്രി കാണുമ്പോൾ തിരുമേനിയുടെ കണ്ണ് നിറയും, എന്റെ കണ്ണ് നിറയില്ല. കാരണം തിരുമേനിയുടെ കാർന്നവന്മാരവിടെ കിടക്കുന്നുണ്ട്. തോമസ് അച്ഛൻ അവിടെയുണ്ട്, അച്ഛന്റെ തിരുമേനിയുടെ അമ്മ അവിടെയുണ്ട്. ആ കവർ കാണുമ്പോൾ അവർ കണ്ണ് നിറയും. ഞാൻ ഒരുപാട് സിമിട്രികൾ ബസ്സിൽ പോകുമ്പോൾ കാണാം, പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം. ഞാൻ ഓർക്കും, ദൈവമേ മരമതിനൊരു കർത്താവേ, പ്രാർത്ഥിച്ച് കടന്നു പോരും. പക്ഷെ ആരക്കുന്നം പള്ളിയുടെ സിമിട്രി ചെന്ന് എന്റെ അപ്പന്റെ കബറിൽ ചെല്ലുമ്പോ എന്റെ കണ്ണറിയാതെ നിറയും. കഴിഞ്ഞ 31-ാം തീയതി അപ്പച്ചന്റെ ഓർമ്മയായിരുന്നു. അവിടെ ചെന്നപ്പോ ഞാൻ അറിയാതെ നിന്ന് കണ്ണുനീര് വാർത്തു.
കാരണം അവനവന്റെ അപ്പന്റെ അടുത്തേ സങ്കടം വരുള്ളൂ. അവനവന്റെ അപ്പന്റെ അടുത്തേ സങ്കടം വരൂ. ആലുവായാലും വലിയ തിരുമേന്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ അത് തോമസ് പ്രൊമൻ ബാവായ്ക്കല്ലാതെ ദിദിമോസിന് എങ്ങനെ സാധിക്കും? ദിദിമോസിന് അവിടെ പോയി പ്രാർത്ഥിക്കുവാനുള്ള അവകാശം എന്താണ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തോമസ് പ്രൊമൻ ബാവ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അടുത്ത വർഷം തീർച്ചയായും മക്കളെ നമുക്ക് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കാം. അവര് വന്ന് അവരുടെ സമയത്ത് പ്രാർത്ഥിച്ചു പൊക്കോട്ടെ. നമ്മുടെ 5 മണിക്കൂർ സമയം നമുക്ക് സ്വതന്ത്രമായി അവിടെ പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള സൗകര്യം അവിടെ ഉണ്ടായേ മതിയാകൂ. അത് ലഭിച്ചേ ഞങ്ങൾ അടങ്ങുമെന്ന് വളരെ വിനയത്തോടെ ബന്ധപ്പെട്ട് എല്ലാവരോടും പറയുകയാണ്. ഈ സർക്കാരിനോട് ഒരുപാട് ബഹുമാനമുണ്ട്. നമുക്കെതിരെ ഈ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. മറ്റ് പലപ്പോഴും പല ആളുകളും നമുക്കെതിരെ പലതും ചെയ്തിട്ടുണ്ട്. അത് സർക്കാരിന്റെ പരിവേഷത്തിലായിരുന്നില്ല, വ്യക്തിപരമായ പരിവേഷത്തിലായിരുന്നു. എത്രാം കക്ഷിക്കാരൻ മുഖ്യമന്ത്രിയായാലും അവൻ എന്തെങ്കിലും ചെയ്യും, അവൻ അവന്റെ വഴിക്ക് ചെയ്യും. അത് കോൺഗ്രസ്സുകാർ കൊള്ളരാത്തവരായതുകൊണ്ടല്ല, അവൻ ജന്മനാ എത്രാം കക്ഷിക്കാരനായതുകൊണ്ടാണ്. അതിന് കോൺഗ്രസ്സുകാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എത്രാം കക്ഷിക്കാരനാണെങ്കിൽ ഒരുപക്ഷെ അവനും ചെയ്യും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനും എത്രാം കക്ഷിയും ബാവാകക്ഷി ഒരുപോലെയാണ്. അതുകൊണ്ടാണ് അവര് പക്ഷം പിടിക്കാത്ത സത്യം പറയുന്നത്. ഇനി മുമ്പോട്ടുള്ളതായ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുക്കത്തോടുകൂടി ഇരിക്കാം. പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിന് അണുവിടെയെങ്കിലും എന്തെങ്കിലും കുറവ് സംഭവിക്കുന്ന, നമ്മുടെ വിശ്വാസ സംഹിതകൾക്ക് ഏതെങ്കിലും മാറ്റം സംഭവിക്കുന്ന ഒന്നിന് സമ്മതിക്കാതെ ഏത് വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. വലിയ ഭണ്ണാരം കാണുന്നിടത്ത് പരുമലപ്പള്ളിയുടെ ആധാരത്തിൽ എഴുതിയിരിക്കുന്ന അന്ത്യോഖ്യ പാത്രികീസ് ബാവായ അനുസരിച്ച് നടക്കുന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികളുടെ വേദപഠനത്തിന് വേണ്ടി എന്നാണ് ആധാരം. അതാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മഞ്ഞനിക്കര കയറണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. നമുക്ക് അങ്ങനെയൊക്കെ പറ്റുമാറ് അതില്ലെന്നല്ലേ? ഞങ്ങൾ പരുമലയ്ക്ക് വരാം, നിങ്ങൾ മഞ്ഞനിക്കരയ്ക്ക് വാ. നമുക്ക് അങ്ങനെയുള്ള വഴക്കുകളിലേക്ക് പോകാതെ ഉള്ളതുള്ളതുപോലെ സത്യം മനസ്സിലാക്കി ഒരേ ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി പറഞ്ഞത് എനിക്കും നിനക്കും ബാധകമാണ്. അതാരെങ്കിലും അങ്ങനെ പറയരുത്. സെവറീസ് തിരുവന് പറയാണ്, കോടതി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമല്ലേ? കാര്യം അദ്ദേഹം ആർച്ച് ബിഷപ്പാണ്. പക്ഷെ അഹങ്കാരം പറഞ്ഞ അഹങ്കാരം എന്ന് പറയാണ്ടിരിക്കാൻ പറ്റും. തിരുവേനി അങ്ങനെ പറയത്തില്ല. ഞാൻ പറഞ്ഞത് ഈ ദിദിമോസ് കാതോലിക്കായി കോനാട്ടച്ചനോ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ രീതിയിലൊന്നും അല്ല പറയേണ്ടത്. സത്യം മനസ്സിലാക്കണം. പുസ്തകം തുറന്ന് വായിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ. ആ കേസിന്റെ അടുത്ത് വെച്ചൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയേച്ച് ഈ ജനത്തോട് പറയണത് ഇതൊക്കെയാണ് സംഭവം. അതല്ലാതെ കാണുന്നതൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞാല് പത്രികാ സെന്ററിന്റെ മുകളിലെ കുരിശ് വെച്ചിട്ടില്ലേ ഇപ്പോ, പുത്തൻകുരിശില്ലേ? ഇപ്പൊ ഞാനൊരു ദിവസം ബാവയോട് ചോദിച്ചു, ബാവ ഇതെന്താ കുരിശ് വെക്കാത്തെന്ന് ചോദിച്ചു. ബാവ ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നണം അവിടെ കുരിശ് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെയാണെന്ന് പറഞ്ഞാലോ എന്ന് ഓർത്തായിരിക്കും. കുരിശ് കാണുന്നതൊക്കെ ഇവരുടെയാണ്. കാരണം ഈ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരിശ് അവരാണല്ലോ. അപ്പൊ അവർക്ക് കാണുന്ന കുരിശൊക്കെ അവർക്ക് വേണമെന്നൊരു ചിന്തയാണ്. എല്ലാ കുരിശും തൊട്ടിലും ഇടിച്ചു കയറുകയാണ്. പെറോത്ത് വന്നേച്ച് അത് പൂട്ടിയിട്ടാണ് സ്ഥലത്ത് അവർക്ക് അരുതെന്ന് പറയുന്നിടത്ത് അവർക്ക് മേച്ചു കയറ്റാണ്. ഫെറോൻ പള്ളിയുടെ കുരിശടി അടിച്ചു തീർത്ത ഒരു മെത്രാച്ചനാണെന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുന്നവരിപ്പോ ഇവിടെ നമുക്ക് കൊള്ളൂല്ലാഞ്ഞിട്ട് എങ്ങനെ പോയി കിട്ടുമെന്ന് ഓർത്ത് നടന്നു. തമ്പുരാനത് കളഞ്ഞു തന്നു. അത് അവിടെ ചെന്ന് കയറിച്ചപ്പോ കുരിശ് പള്ളി തകർക്കുക, പള്ളിയിൽ ഇടിച്ചു കയറുക, ചങ്ങല പൊട്ടിച്ച് പള്ളിക്കകത്ത് കയറുക, ഇതൊക്കെയാണ് പരിപാടികൾ. ഞാൻ ഓർമ്മിപ്പിച്ചത്, സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ വഴക്കിന്റെ മാർഗത്തിലേക്കല്ല, ശത്രുതയുടെ പാതയിലുമല്ല, മഹാപരിശുദ്ധനായ ഓമല്ലൂർ ബാവ നമുക്ക് കാണിച്ചു തന്ന അനുഗ്രഹത്തിന്റെ പാതയിൽ നടക്കുവാൻ നമുക്കിടയാകട്ടെ. അന്ത്യോഖ്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനം അത് നമ്മുടെ ജീവശ്വാസമാണ്. അതിനെ വിട്ടിട്ടുള്ളതായ യാതൊരു കാര്യത്തിനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യമുള്ള അവര് പറയുന്നത് അന്ത്യോഖ്യ പാത്രീസ് ഇവിടെ വന്ന് എല്ലാം കടത്തിക്കൊണ്ടു പോവുകയാണെന്നാണ്. എല്ലാം ഇപ്പൊ ഈ തിരുമേനി വന്നിട്ടുണ്ട്. നോക്കിക്കോ, ഈ സഭയില് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപ ഈ സഭയ്ക്ക് കിട്ടി കൊടുത്തേച്ച തിരുമേനി പോവുള്ളൂ. പല സ്ഥാപനങ്ങളിലായിട്ട് സ്ഥലങ്ങളിലായിട്ട്. മലയക്കുരിശ് ദേറായില് കഴിഞ്ഞ വർഷം ഷീമയിൽ നിന്ന് വന്ന ആളുകൾ വന്നു.